നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാലക്കുടിയിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടിവെക്കുമെന്ന് ജില്ലാ കളക്ടർ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ. 3 പീടികയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 3 പീടിക സ്വദേശി തങ്കയ്ക്കാണ് കുത്തേറ്റത്. മകൻ അജയൻ കസ്റ്റഡിയിൽ. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകപ്രവൃത്തിയിൽ നിന്നും ബാലു രാജിവെച്ച പശ്ചാത്തലത്തിൽ ദേവസ്വം നാളെ യോഗം ചേരും. പുതിയ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറും. താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. നടന്മാരായ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകും. ചാവക്കാട് മണന്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ ക്രെയിൻ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു. ക്രെയിൻ ഓപ്പറേറ്റർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പറപ്പൂർ സെന്ററിൽ ടെമ്പോ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ പറപ്പൂർ സ്വദേശി ചാലക്കൽ വീട്ടിൽ രവിജിത്തിനാണ് പരിക്കേറ്റത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. ഗ്രാമിന് 8,560 രൂപയാണ് വില. ഗുരുവായൂർ ചക്കംകണ്ടത്ത് റോഡരികിൽ ശുചിമുറി മാലിന്യം ഒഴുക്കാനെത്തിയ ലോറി ചെളിയിൽ താഴ്ന്നു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചിറങ്ങര ഉള്ളാട്ടുകളം റോഡ് പൊളിച്ചിട്ടിട്ട് 1 മാസം പിന്നിടുന്നു. സ്ത്രീകൾ അടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാർക്ക് റോഡിൽ ഇട്ടിരിക്കുന്ന മെറ്റലുകളിൽ മറിഞ്ഞു വീണ അപകടം സംഭവിക്കുന്നത് പതിവാണ്. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ 15ാം സംസ്ഥാന സമ്മേളനവും 11ാമത് സമൂഹ വിഭാഗവും ശനിയാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സമൂഹ വിഭാഗത്തിൽ 12 യുവതിയുവാക്കൾ വിവാഹിതരാകും. AITUC സന്നദ്ധ സേനയും ജനതാ സേവാദളും സംയുക്തമായ രാസലഹരി വിരുദ്ധ കൂട്ടായ്മയും സന്ദേശയാത്രയപ്പും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ BJP കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. സമാപന സമ്മേളനം BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ ജനജാഗ്രത ഉയർത്തി BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. OBC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ MK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ALP സ്കൂളിൽ UKG കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സാന്റോസ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഡിജിറ്റൽ ആർവർക്കേഴ്സ് ആരംഭിച്ചു. ആർവർക്കേഴ്സിന്റെ പ്രകാശനം തീർത്ഥ കേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. കുന്നംകുളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ വൈകിട്ട് കൊടിയേറും. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുക. കുന്നംകുളം നഗരസഭയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പയിനിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നടത്തുന്ന 28ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അതിരൂപത ഭാരവാഹികൾ. ഞായറാഴ്ച പുലർച്ചെ 5-ന് ആരംഭിക്കുന്ന മുഖ്യ പദയാത്രയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കത്തീഡ്രൽ വികാരി ജോസ് വല്ലൂരാന് പേപ്പാൽ പതാക കൈമാറി നിർവഹിക്കും.
തൃത്തല്ലൂർ കടപ്പുറം LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും യാത്രയയപ്പും ശനിയാഴ്ച നടക്കും. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും. കാലിക്കറ്റ് സർവകലാശാല സുവോളജിയിൽ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ KC സൗമ്യയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന CO ജോഷിയുടെ കീഴിലായിരുന്നു ഗവേഷണം. ലഹരി വിപത്തിനെതിരായ പോരാട്ടത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയനും കൈകോർക്കുന്നു. നിരോധിത ലഹരികളുടെ വ്യാപനം തടയാൻ സർക്കാർ ആരംഭിച്ച ഏകോപിത ക്യാമ്പയിനുമായി സഹകരിച്ചാണ് പദ്ധതിയെന്ന് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റെജി, ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എന്നിവർ അറിയിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. മകീര്യം പുറപ്പാടിന് ശേഷം തുടർന്നുള്ള ഒരാഴ്ച തേവർ തട്ടകത്തിൽ വിവിധയിടങ്ങളിൽ ആറാട്ടുകൾക്കും പറകൾക്കുമായി ഗ്രാമപ്രദക്ഷിണം നടത്തും. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുമെന്ന് ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളും കറുത്ത തുണികൊണ്ട് കൈയും വായും കെട്ടി പ്രതിഷേധിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽ മഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന ജില്ലാ ക്യാമ്പ് ശനിയാഴ്ച പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാവിലെ 9-ന് ആരംഭിക്കുന്ന ജില്ലാ ക്യാമ്പ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCC, PA, CGPAയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRG വർക്കേഴ്സ് യൂണിയൻ താന്നിയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NRG ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ താന്നിയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NREG ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തുരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തെക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ കടപ്പുറം LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും യാത്രയയപ്പും ശനിയാഴ്ച നടക്കും. മുരളി പെരുന്നല്ലി MLA ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഈ മാസം 8 മുതൽ 12 വരെ നടക്കും. മുൻ ഇന്ത്യ വോളിബോൾ താരം സിറിൽ C വള്ളൂർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ഗൈഡറ്റേഴ്സ് എടത്തുരുത്തിയിൽ മികച്ച കർഷകനായ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെ കൃഷിത്തോട്ടം സന്ദർശിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ദേശീയപാതയിലെ ചിറങ്ങരയിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ചർച്ച ചെയ്യുന്നതിന് 10 ദിവസത്തിനകം അവലോകന യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ. അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ചെയ്യുന്നതിന് കെട്ടിയ കമ്പികൾക്ക് നിലവാരമില്ലെന്ന പരാതിയെ തുടർന്നാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ മികച്ച മാലിന്യമുക്ത പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരവും കൊടകര പഞ്ചായത്ത് കരസ്ഥമാക്കി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.